മാവേലി നടുവാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഒരു രാജാവ് തന്റെ ജനങ്ങളെ അത്രയേറെ സ്നേഹിച്ചിരുന്നു അത്രേ. ആ രാജാവ് വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ തിരിച്ചെത്തുന്നുവെന്ന് വിശ്വസിക്കുന്ന നാട് കേരളം. ആ രാജാവിന്റെ വരവിനെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം. ഓരോ ദിവസവും പൂക്കളം ഒരുക്കിയും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചും ഓണത്തിന്റെ ആവേശം ഉയരുന്നു. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ജീവിത രീതിയും ഏറ്റവും മനോഹരമായി ഒരുമിച്ച് കാണാൻ കഴിയുന്ന കാലമാണ് ഓണക്കാലം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഉള്ള മലയാളികൾ സ്വന്തം നാടിന്റെ ഓർമ്മകളോടെയാണ് ഓണം ആഘോഷിക്കുന്നത്. ഓണത്തിന്റെ പിന്നിലെ ഏറ്റവും പ്രശസ്തമായ ഐതിഹ്യം മഹാബലി രാജാവിൻ്റെതാണ്. നീതിമാനും ദാനശീലനും തന്റെ പ്രജകളെ സ്വന്തം കുടുംബത്തെ പോലെ സ്നേഹിച്ചിരുന്ന ഭരണാധികാരിയുമായിരുന്നു മഹാബലി എന്നാണ് വിശ്വാസം. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എല്ലാവരും സന്തോഷത്തോടെയും സമത്വത്തോടെയും ജീവിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. ഐതിഹ്യമനുസരിച്ച് മഹാബലിയുടെ പ്രശസ്തി വർദ്ധിച്ചതോടെ അദ്ദേഹത്തെ പരീക്ഷിക്കാനായി മഹാവിഷ്ണു വാമന രൂപത്തിൽ എത്തി. 3 അടി സ്ഥലം മാത്രം ആവശ്യപ്പെട്ട വാമനന് മഹാബലി സമ്മതിച്ചു. തുടർന്ന് വാമനൻ വിശ്വരൂപം പ്രാപിച്ച് 2 ചുവടുകളിലായി ഭൂമിയും ആകാശവും അളന്നു. 3ാമത്തെ ചുവടിനായി മഹാബലി സ്വന്തം ശിരസ് സമർപ്പിച്ചു. മഹാബലിയുടെ ത്യാഗത്തിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ അദ്ദേഹത്തിന് അനുവാദം നൽകിയെന്നാണ് വിശ്വാസം. മഹാബലി തന്റെ പ്രജകളെ കാണാൻ തിരിച്ചെത്തുന്ന ദിവസമായാണ് മലയാളികൾ തിരുവോണത്തെ കാണുന്നത്. എന്നാൽ ഓണം ഒരു പുരാതന കഥയുടെ ഓർമ്മ മാത്രമല്ല, കേരളത്തിന്റെ കാർഷിക പാരമ്പര്യവും വിളവെടുപ്പും സമൃദ്ധിയും ഓണവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. വിളവെടുപ്പിലൂടെ ലഭിക്കുന്ന സമൃദ്ധിക്ക് നന്ദി പറയുകയും കുടുംബവും സുഹൃത്തുക്കളും ഒരുമിച്ച് സന്തോഷം പങ്കിടുകയും ചെയ്യുന്ന കാലം കൂടിയാണ് ഓണം. ഓണക്കാലത്ത് വീടുകൾ വൃത്തിയാക്കി അലങ്കരിക്കുകയും പുതിയ വസ്ത്രങ്ങൾ അണിയുകയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുകയും ചെയ്യുന്നു. അത്തം മുതൽ പല വീടുകളുടെയും മുറ്റത്ത് വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ ഉപയോഗിച്ച് അത്തപ്പൂക്കളം ഒരുക്കുന്നു. ഓണത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് വള്ളംകളി. നീണ്ട ചുണ്ടൻ വള്ളങ്ങളിൽ ഒരേ താളത്തിൽ തുഴയുന്ന തുഴച്ചിൽക്കാരുടെ കാഴ്ച കേരളത്തിന്റെ കൂട്ടായ്മയും ആവേശവും പ്രകടമാകുന്നു. അതോടൊപ്പം പുലിക്കളി, കൈകൊട്ടിക്കളി, തുമ്പിതുള്ളൽ, കുമ്മാട്ടിക്കളി തുടങ്ങിയ കലാരൂപങ്ങളും വിവിധ പ്രദേശങ്ങളിൽ അരങ്ങേറും. പിന്നെ പറയാതെ വയ്യ ഓണസദ്യ. വാഴ ഇലയിൽ വിളമ്പുന്ന പരമ്പരാഗത വിരുന്നായ സദ്യയിൽ ചോറ്, പരിപ്പ്, നെയ്യ്, സാമ്പാർ, അവിയൽ, തോരൻ, ഓലൻ, കാളൻ, എരിശ്ശേരി, പച്ചടി, കിച്ചടി, ഇഞ്ചിക്കറി, പപ്പടം, പഴം തുടങ്ങി നിരവധി വിഭവങ്ങൾ ഉണ്ടാകും. അവസാനം പായസവും. വിഭവങ്ങൾ പ്രദേശത്തിനനുസരിച്ച് വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഓണം മലയാളികൾക്ക് ഒരു ഉത്സവം മാത്രമല്ലാത്തത്. അത് കേരളത്തിന്റെ ഓർമ്മയാണ്, സംസ്കാരമാണ്, പാരമ്പര്യമാണ്, ഏറ്റവും പ്രധാനമായി ഒരുമയുടെ ആഘോഷമാണ്. കേരളത്തിൽ ജനിച്ച ഒരാൾ ലോകത്തിന്റെ ഏത് കോണിൽ ജീവിച്ചാലും പൂക്കളം കാണുമ്പോഴും ഓണസദ്യ കഴിക്കുമ്പോഴും പുതിയ വസ്ത്രം അണിയുമ്പോഴും മാവേലി നാടു വാണിയിടും കാലം എന്ന ഓണപ്പാട്ട് കേൾക്കുമ്പോഴും സ്വന്തം നാടിന്റെ ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോവും. മഹാബലിയുടെ വരവിനെ ഓർത്ത് കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പം സന്തോഷം പങ്കിട്ട് നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും പുതുതലമുറയിലേക്ക് കൈമാറുന്ന ഈ 10 ദിവസങ്ങൾ, അത് തന്നെയാണ് മലയാളിയുടെ സ്വന്തം ഓണം. സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും ഒരുമയുടെയും ആഘോഷം, അതാണ് ഓണം. എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു പൊന്നോണം ആശംസിക്കുന്നു. നന്ദി.